ലണ്ടനിലെ വാക്സ് മ്യൂസിയം ഏറെ പ്രശസ്തമാണ്. എന്നാൽ നമ്മുടെ തിരുവനന്തപുരത്തുമുണ്ട് ഒരു വാക്സ് മ്യൂസിയം. കാണുന്നവർക്കെല്ലാം കൗതുക കാഴ്ച സമ്മാനിക്കുന്ന, നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ഒരുപാട് പേരുടെ പ്രതിമകൾ ഇവിടെയുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന പ്രതിമകൾ. നമുക്കൊന്ന് കണ്ടാലോ? തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നാണ് സുനിൽസ് വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കാണാൻ കൊതിക്കുന്ന പല മുഖങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ മരിച്ചുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ 40 പേരുണ്ട്. പലരെയും നേരിട്ട് കാണുന്ന അതേ പ്രതീതിയാണ് അവിടുത്തെ പ്രതിമകളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. മ്യൂസിയത്തിൽ എത്തുന്നവരുടെ ആദ്യത്തെ കാഴ്ച ഗാന്ധിജിയുടെ പ്രതിമയാണ്. തൊട്ടടുത്ത് കുട്ടികൾക്കേറെ പ്രിയപ്പെട്ട ചാച്ചാജിയും. ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ ശിശുദിനത്തിൽ കുട്ടികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്റ്റാച്ചു തന്നെയാണ്. എന്നാൽ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. സ്കൂളുകൾ ഒരുപാട് വരാറുണ്ട്. പെർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് 100 ആണ്, 100 ആണ്. പിന്നെ സ്കൂൾ സ്റ്റുഡൻസിന് ക്ലാസ് ബേസിലായിരിക്കും ഓരോ റേറ്റ് വരുന്നത്. എന്നാലും 50 മുകളിലോട്ട് അങ്ങോട്ടായിരിക്കും. വാക്സ് മ്യൂസിയം കൂടുതലും ആസ്വദിക്കുന്നത് കുട്ടികളാണ്. ഇവിടുത്തെ സ്ഥിരം സന്ദർശകരും കുട്ടികൾ തന്നെയാണ്. ആരുടെയൊക്കെ പ്രതിമ കണ്ടു? ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു. നോക്കെന്താ ഇഷ്ടപ്പെട്ട? ചാച്ചാജി. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഓരോ മെഴുകു വെച്ച് ഉണ്ടാക്കിയേക്കുന്നതൊക്കെ കാര്യങ്ങളാണ് കുറേ ഇഷ്ടപ്പെട്ടു. പിന്നെ ഗാന്ധിജി, ഡോക്ടർ അംബേദ്കർ. ഗാന്ധിജിയൊക്കെ ശരിക്കുള്ള ഗാന്ധിജി പോലെ ഉണ്ട്. കറക്റ്റ് അത് തന്നെ. ഇവിടുത്തെ പ്രതിമകളുടെ ഏറ്റവും വലിയ സവിശേഷത അവരുടെ പൂർണ്ണത തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ പ്രതിമകൾ ചെയ്യുമ്പോൾ അവരുടെ അതേ നീളത്തിലും തൂക്കത്തിലുമാണ് നിർമ്മിക്കുന്നത്. ഈ പ്രതിമകളുടെ ശില്പിയായ സുനിൽ കണ്ടല്ലൂർ അവരുടെ അടുക്കലെത്തി നേരിട്ടാണ് ഇതിനു വേണ്ടിയുള്ള അളവുകൾ എടുക്കുന്നത്. ഇപ്പോഴുള്ള 40 പ്രതിമകൾക്ക് പുറമെ ഇനിയും ഇവിടെ എത്താനുള്ള പ്രതിമകളുടെ പണിപ്പുരയിലാണ് സുനിൽ കണ്ടല്ലൂർ. ഈ ബിൽഡിങ്ങിൻ്റെ പേര് റോഡരികിൽ മാളിക എന്ന് പറയും. ആ ബിൽഡിങ്ങാണ് വാക്സ് മ്യൂസിയമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ സ്റ്റാച്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. 2-3 മാസത്തേക്ക് ഒരിക്കൽ പുതിയ ഞങ്ങൾ 2019 തുടങ്ങിയ സമയത്ത് 27 സ്റ്റാച്യൂസ് ആയിരുന്നു. ഇപ്പം 40 എണ്ണമായി. സ്വാതന്ത്ര്യ സമര സേനാനികൾ, സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട പലരുമുണ്ട് ഇവിടെ. സർദാർ വല്ലഭായ് പട്ടേൽ, രവീന്ദ്രനാഥ് ടാഗോർ, ഡോക്ടർ BR അംബേദ്കർ, APJ അബ്ദുൽ കലാം, അണ്ണാ ഹസാരെ, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദാദാ സാഹിബ് ഫാൽക്കെ, പോപ്പ് ഫ്രാൻസിസ്, സായിബാബ, ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങി ക്രിക്കറ്റ് താരങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, ഫുട്ബോൾ പ്രേമികളുടെ ആവേശം ഡീഗോ മറഡോണ, അങ്ങനെ നീളുന്നു ഇവിടുത്തെ പ്രതിമകളുടെ നിര. പോക്കിരി രാജയായി മമ്മൂട്ടിയും, റേബാൻ ഗ്ലാസ് വെച്ച് സ്റ്റൈലായി മോഹൻലാലും, സ്റ്റൈൽ മന്നൻ രജനീകാന്ത്, മലയാളികളുടെ ആദ്യത്തെ ആക്ഷൻ ഹീറോ ജയൻ, പ്രൗഢിയോടെ തലയുയർത്തി ബാഹുബലി, സിനിമാ താരങ്ങളായ ഇന്നസെന്റ്, പ്രകാശ് രാജ്, സൽമാൻ ഖാൻ, കരീന കപൂർ, റാണ ഡെഗുപതി, വെങ്കടേഷ് എന്നീ സൂപ്പർ താരങ്ങളും മറ്റൊരു ഭാഗത്ത്. കേരളത്തിന്റെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ പ്രതിമകളും മ്യൂസിയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവസാനമായി ഇവിടെ എത്തിയത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതിമയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പോലും ഈ മ്യൂസിയം കാണാൻ മറക്കാറില്ല. We are from Gujarat. This is a marvelous museum. Extraordinary work with wax, and I have seen this first time like this. 27 പ്രതിമകളുമായി പ്രവർത്തനം ആരംഭിച്ചതാണ് സുനിൽസ് വാക്സ് മ്യൂസിയം. ഇനിയും പ്രതിമകൾ ഇവിടെ ഇടം പിടിക്കും. ഉറക്കത്തിൽ കാണുന്നതല്ല, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നമെന്ന് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുനിൽ കണ്ടല്ലൂർ എന്ന സ്കൾപ്ചർ ആർട്ടിസ്റ്റിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ വാക്സ് മ്യൂസിയം. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാനൊക്കെയായി എത്തുന്നവർക്ക് എന്തായാലും തൊട്ടടുത്തുള്ള ഈ വാക്സ് മ്യൂസിയം ഒരു കൗതുക കാഴ്ചയായിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.